എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടൊരു നല്ലൊരു സമയവും മോശം സമയവും അല്ലേ? എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ മോശം സമയമാണെന്ന്. അതുപോലെ തന്നെ വേറെ ചിലർക്കും മോശം സമയമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, അത് മറ്റാർക്കും അല്ല. ഇപ്പോൾ ഏതിൽ ചെന്ന് തൊട്ടാലും നമ്മുടെ ഒരു സമയത്ത് കത്തി തിളങ്ങി മിന്നി നിന്ന നമ്മുടെ സൂപ്പർ താരം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരന് ഇപ്പോൾ സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. കാരണം പുള്ളി എന്ത് ചെയ്താലും അത് തെറ്റായിട്ട് മാറുന്നൊരു സമയമാണ്. ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ ശരിക്കും ഒരു സിനിമാ നടനാണല്ലോ, ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ചും കടുകട്ടിയുള്ള ഡയലോഗുകൾ പറഞ്ഞും അദ്ദേഹം അതങ്ങ് ശീലിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ നാവ് പിണങ്ങുന്നുണ്ട്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പുള്ളിക്കാരൻ അങ്ങനെ മനസ്സിൽ കരുതിയിട്ടൊന്നും പറയുന്നതായിരിക്കില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് പരിസരം മറന്നു പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർക്കുന്നില്ല പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്, എൻ്റെ സ്ഥാനം എന്താണ്, അതാണ് കറക്റ്റ്. എൻ്റെ സ്ഥാനം എന്താണ്, എനിക്ക് എന്ത് പറയാം, എനിക്ക് എന്ത് പറഞ്ഞുകൂടാ എന്നുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. അവരെ പിന്തുണയ്ക്കാനും അവരുടെ പാതയിൽ ധീരം ഏങ്ങി മുടക്കി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിൻബലമേകാൻ വന്ന ആൾ മാത്രം അതങ്ങനെ അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കലും വരും. അതൊക്കെ നമ്മൾ ഇതാണ് പറയുന്നത്. അദ്ദേഹം കാണിച്ച ഇതിപ്പം ഭയങ്കര വൈറലായിരിക്കുകയാണ്. അദ്ദേഹം അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരു മോശം ആംഗ്യം തന്നെയാണ് അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ രണ്ട് രീതിയിലെടുക്കാം. അദ്ദേഹം കാണിച്ച ആ ഒരു രീതിക്ക് രണ്ട് രീതിയിലെടുക്കാം. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കിത് വെറും രോമമാണ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്ന, എനിക്കത് വെറും രോമം അങ്ങനെ കാണിക്കുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വെറും മലരാണ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഇതിലിപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിനോട് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ചാനലുകളിലും അദ്ദേഹം അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഇതുപോലെയുള്ള പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് സംസാരിക്കുമ്പോൾ ആ സിനിമാ നടനായിരുന്ന ആ ഒരു സമയത്ത് താങ്കൾ ഉപയോഗിച്ചിരുന്ന ആ വാക്കുകളും എല്ലാം അങ്ങ് വിട്ടേക്കുക. അതിനുശേഷം തികച്ചും താങ്കൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിൽ നിന്നും വന്ന ഒരാളായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരിക്കും എന്ത് ശരിയുണ്ട് എന്ന് തിരക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് തെറ്റാണ് ഒരു വ്യക്തിയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് എന്നായിരിക്കും കൂടുതൽ ആളുകളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരം താങ്കൾ കൊടുക്കാതെ ഓരോ പോയിന്റും ശ്രദ്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് താങ്കൾ കാണിച്ച ഒരു കഥകളി പദത്തെ പറ്റിയിട്ട് അത് ഭയങ്കര വൈറലായ സംഭവമാണ്. അതായത് നമ്മുടെ പാർലമെൻറ്റ് യോഗത്തിനകത്ത് വെച്ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള അതിനെതിരെ ആളുകൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നു. മണിമുറ്റത്താവണി പങ്കുന്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പൊതുവേ താങ്കൾക്ക് ഭയങ്കര ധാർഷ്ട്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അധികം ചാനലുകളിലും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയിരുന്ന സുരേഷ് ഗോപി സാർ എന്ന് പറയുന്ന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്കൾ ഭയങ്കര ആളാവാൻ നോക്കുകയാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര കർക്കശക്കാരനായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും കുറേയൊക്കെ ശ്രദ്ധിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ചും പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ താങ്കൾക്ക് ഒരുപാട് ഇപ്പോൾ നേരിട്ടതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മോശപ്പെട്ട കമൻറ്റുകൾ കേൾക്കേണ്ടി വരും.
താങ്കളെ എയറിൽ വിടാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം പാർട്ടിപരമായിട്ടും അല്ലാതെയൊക്കെ. അത് താങ്കളെ മാത്രമല്ല എല്ലാവരെടുത്തും ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന താങ്കളെ പോയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ അവരുകളെ ആയാലും അതുപോലെ ഓരോരുത്തരെടുത്തായാലും എയറിൽ കയറ്റുന്നതാണ് ആളുകൾക്ക് കൂടുതലും താല്പര്യം. അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. പോരെങ്കിൽ താങ്കൾ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കെ അങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിലും രണ്ടാമത് പറഞ്ഞ രീതിയിലാണെങ്കിലും അങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ശ്രദ്ധിക്കുക. ഞാനീ പറയുന്നതൊന്നും താങ്കൾ കേൾക്കാൻ സാധ്യതയില്ലെന്നറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിലല്ലേ പറയാൻ പറ്റുള്ളൂ. താങ്കളെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനു വേണ്ടിയൊന്നും ആളായിട്ടുമില്ല നമ്മളാരും. അപ്പോൾ ഇനി ബാക്കി ഈ ന്യൂസിൽ വന്ന സംഭവം കുറച്ചുകൂടി വളരെ ശക്തമായിട്ട് തന്നെ പല ന്യൂസ് ചാനലുകളിലും ഇതേക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവും കൂടി കാണാം. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഒരു പൊതുപരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഈ തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? അഷിത, നമുക്കറിയാം ലോക്സഭയില് കനിമൊഴി നടത്തിയത്, അതായത് കേരളത്തിന് വേണ്ടി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. പ്രധാനമായിട്ടും നമുക്കറിയാം വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകാതിരിക്കുന്ന സഹായങ്ങൾ അവർ ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആംഗ്യ ഭാഷയിൽ കളിയാക്കുകയായിരുന്നു ചെയ്തത്. അതിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ അതിനെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. പക്ഷെ അതൊക്കെ തനിക്ക് ഇങ്ങനെയാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപി അല്പം മുൻപ് ആലപ്പുഴയിൽ BJP ഓഫീസ് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പ്രതികരിച്ചത്. ഇതിനെ കൈയടിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകർ പ്രോത്സാഹിപ്പിച്ചത്. കാര്യം കേന്ദ്രത്തിലുള്ള തന്റെ നേതാക്കളുടെ പേര് പറയുന്നില്ല, ഒരുപാട് നേതാക്കൾ, അവർക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയാണ് താൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ താൻ ഇടപെടും. അതിന് ആരൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ ചെയ്താലും അത് തനിക്ക് വെറും ആംഗ്യഭാഷ നമുക്ക് കാണുമ്പോൾ അറിയാം. നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില വാക്കുകൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രാദേശികമായിട്ട് കാണുന്നതാണ്. പക്ഷെ അത്തരം വാക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് അതിൽ ആംഗ്യഭാഷയിലൂടെ പ്രകോപനപരമായിട്ടുള്ള ഒരു അശ്ലീല പദം കാണിക്കുന്നതിന് സമാനമായിട്ടാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി അതിന് തുനിഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ആലപ്പുഴയിലെത്തിയ BJP നേതാക്കളുടെ ഇടയിൽ വെച്ചു സുരേഷ് ഗോപി തന്റെ വീണ്ടും, അതായത് നമുക്കറിയാം ലോക്സഭയില് ജനങ്ങളെ ആകെ, പ്രത്യേകിച്ച് മലയാളികളെ ആകെ കളിയാക്കുന്ന തരത്തിലുള്ള ആംഗ്യഭാഷ കാണിക്കുന്നതിന് പിന്നാലെ തനിക്കെതിരെ. ശരിയാണ്, അദ്ദേഹം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കൂടുതലായിട്ട് എന്താണ് ഏറിലേറേണ്ടി വരും. അത് നമ്മുടെ കേന്ദ്രമന്ത്രി കൂടി ആയ നമ്മുടെ സുരേഷ് ഗോപി ചിന്തിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളെ എനിക്കിതിൽ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമാവുന്നവർ ഒന്ന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ, ഗുഡ് നൈറ്റ്.